Hello everyone, welcome back to another video. Here we are discussing about the analysis and design of a frame using StatPro software. So in the previous sessions we have discussed about the analysis and design of various structures like cantilever beam, then a continuous beam using StatPro software, and now we are moving to a frame. Okay, so here we are discussing the analysis and design of a frame. ഓക്കെ, അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഫ്രെയിമിൻ്റെ കേസിൽ നമുക്കറിയാം ഇവിടെ നമുക്ക് വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ മെമ്പേഴ്സും ഉണ്ട് അല്ലേ. ഇതുവരെ നമ്മൾ ചെയ്തതിൽ ഒന്ന് കാൻറ്റിലിവർ ബീം ആയിരുന്നു, ഒരു സിംഗിൾ സ്പാനല്ലോ ഉള്ളൂ അവിടെ നമുക്ക് ഉണ്ടായിട്ട്. ഇവിടെ വന്ന് നമുക്ക് എന്താണ്, അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് ബീമിലേക്ക് വന്നു, അവിടെ നമുക്ക് കൂടുതൽ സ്പാനുകൾ ഉണ്ടായിരുന്നു. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ലോഡുകളുണ്ട്, അതുപോലെ വെർട്ടിക്കൽ ലോഡുണ്ട്, ഹൊറിസോണ്ടൽ ലോഡുകളുണ്ട്, ദെൻ കോളംസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഹൈറ്റിലുള്ള കോളംസ് ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ. ചേഞ്ചസ് ഉണ്ട്, കുറച്ച് അധികം പ്രൊസീജിയേഴ്സ് വരും, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുന്നത് യൂസിങ് ദ സോഫ്റ്റ്വെയർ StatPro V8i. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതിലുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യില്ല. ഇനീഷ്യൽ മോഡലിംഗ് സ്റ്റേജ് എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ലോഡിങ് എങ്ങനെയാണ്, അനാലിസിസ് എങ്ങനെ ചെയ്യണം, അതുപോലെ ഡിസൈനിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ്ലി വി ആർ മൂവിങ് ടു StatPro സോഫ്റ്റ്വെയർ. ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ്, ABBEEF എന്ന് പറയുന്ന 3 ബീമുകളുണ്ട്, അതുപോലെ BC ആൻഡ് ED ഇങ്ങനെ 2 കോളംസ് ഉണ്ട്. കോളത്തിൽ ഹൊറിസോണ്ടൽ ലോഡുകൾ കൊടുത്തിട്ടുണ്ട്, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് ആക്ട് ചെയ്യുന്ന കാണാം. അതുപോലെ ബീമിൽ ഒരു ബീമിൻ്റെ ഹാഫ് പോർഷനിൽ UDL ഉണ്ട്, മറ്റൊരു ബീമിൽ ഫുൾ സ്പാനിൽ UDL ഉണ്ട്, വേറൊന്നിൽ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നൊരു പോയിന്റ് ലോഡുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ലോഡുകളാണ്. അതുപോലെ ക്രോസ് സെക്ഷൻസ് താഴെ നിങ്ങൾക്ക് കൊടുത്ത് കാണാം. കോളംസിന് 300 mm by 450 mm സൈസിലും, ബീമിന് 250 mm by 350 mm എന്ത് ചെയ്തിട്ടുള്ളത് ഡയമെൻഷൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ആ രീതിയിലാണ് ഇവിടെ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഡയമെൻഷൻസ് വരുന്നത്, അപ്പോൾ ക്രോസ് സെക്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു StatPro സോഫ്റ്റ്വെയർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു, StatPro സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ വരുന്ന വിൻഡോ ഓപ്പണായി വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂ പ്രൊജക്റ്റ് എടുക്കുന്നു, ദെൻ അവിടെ നമ്മൾ ഫയൽ നെയിം കൊടുക്കുന്നു. ഇതൊന്നും ഇനി ഞാൻ പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നില്ല, മുന്നേ ഓൾറെഡി നമ്മൾ പഠിച്ച ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എവിടെയാണോ നമ്മൾ സേവ് ചെയ്യുന്നത് ആ ഫോൾഡറിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്ത് ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ കാര്യങ്ങളൊക്കെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പ്രൊസീജിയർ തന്നെ. ഓക്കെ, അവിടെ ഒന്നും വ്യത്യാസങ്ങളില്ല. ആ ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നു, യൂണിറ്റ് ചെക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു, ആഡ് ബീം എന്നുള്ള ഓപ്ഷൻ അവിടെ വെക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, ഇതൊന്നും ഞാനൊന്നും ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ StatPro സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ആവാൻ ഒരിത്തിരി സമയം എടുക്കും. ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ഫ്രണ്ട് വ്യൂവിലിട്ടു. ഇനി നമുക്കിവിടെ എന്ത് വേണം, നമ്മളുടെ ഈ ഒരു മെമ്പറിന് നമുക്കിവിടെ വരച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആദ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു ഷേപ്പിൽ നമ്മളെ മെമ്പർ കംപ്ലീറ്റ് ആയിട്ട് കൊള്ളില്ല. കാരണം നമുക്ക് ഒരു ബീം 3.5 മീറ്റേഴ്സും വേറൊരു ബീം 5 മീറ്ററും വേറൊന്ന് 4 മീറ്ററുമാണ്. സോ ടോട്ടൽ 12.5 മീറ്റർ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ 10 മീറ്ററേ ഉള്ളൂ. ദാറ്റ് മീൻസ് വി ഹാവ് ടു എഡിറ്റ് ദ ഗ്രിഡ് അല്ലേ. ഗ്രിഡ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ആ ഒരു റിക്വയർഡ് ആയിട്ടുള്ള രൂപത്തിൽ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എഡിറ്റ് ഓപ്ഷൻ അല്ലേ, എഡിറ്റ് ഓപ്ഷനിൽ പോകുന്നു. എക്സ് ആക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പേസിങ് 0.5 മീറ്റേഴ്സ് ആക്കി മാറ്റി. ബിക്കോസ് 12.5 എന്നുള്ളൊരു പൊസിഷൻ നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ത് ചെയ്തത് 0.5 ആക്കിയത്. പക്ഷേ 0.5 ആക്കുമ്പോൾ നമുക്ക് 12.5 വരെ എത്തണമെങ്കിൽ 10 ഡിവിഷൻസ് മതിയാവില്ല. നമുക്കിവിടെ 20 ഡിവിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോരാ, നമുക്ക് എന്ത് വേണം, 25 ഡിവിഷൻസ് വേണ്ടി വരും. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, 12.5 എന്നുള്ള ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ. ദെൻ നമ്മളെ കോളംസ് ഒരാൾ 4 മീറ്ററും വേറൊരാൾ 6 മീറ്ററുമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ ചേഞ്ചസ് Y ആക്സിൽ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രിഡ് ഇവിടെ ഓക്കെ കൊടുക്കുന്നു. നൗ നമുക്കറിയാം നമ്മളുടെ കോളംസ് ഒരാൾ 4 മീറ്ററിലും ഒരാൾ 6 മീറ്ററിലുമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും ഒറിജിൻ പോയിന്റ് ഇവിടെ 0 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ 6 മീറ്റർ എന്ന് പറഞ്ഞ പൊസിഷനിൽ, അതായത് നമ്മളെ ബീമുകൾ കിടക്കുന്നത് ഏറ്റവും താഴെ നോക്കുമ്പോൾ എന്താണ് 6 മീറ്റർ ഹൈറ്റിലാണ് അല്ലേ. അവിടെ നമ്മൾ ഓരോ സ്പാൻ ബൈ സ്പാൻ ഡ്രോ ചെയ്യാണ്. ആദ്യം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു,
ദെൻ ഫസ്റ്റ് വരുന്ന 3.5 മീറ്റർ ആണ്. ഫസ്റ്റ് സ്പാൻ 3.5 മീറ്റർ ആണ്. ക്ലിക്ക് ചെയ്യുന്നു. എഗെയിൻ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത സ്പാന് 5 മീറ്റർ ആണ്. 5 മീറ്റർ ആകുമ്പോൾ നമുക്ക് 8.5 ദെൻ അടുത്ത സ്പാൻ നമുക്ക് 4 മീറ്റർ ആണ്. ദാറ്റ് മീൻസ് 12.5 അല്ലേ. ഇത്രയും എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്യണം. എനിക്കവിടെ സ്റ്റോപ്പ് ചെയ്യണം. അത് ഞാൻ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്തു. ഓക്കെ, എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്തു. ഇനി എനിക്ക് വീണ്ടും വരക്കണം അല്ലേ, അതായത് നമ്മളുടെ കോളംസ് വരക്കണം. പക്ഷേ എനിക്കിപ്പോൾ മൗസ് അങ്ങനെ വരക്കാവുന്ന രൂപത്തിലല്ല കിടക്കുന്നത്. സോ അതൊന്ന് ഒന്നുകൂടി കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു സ്നാപ്പ് നോട്ട് ബാർ ബീം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്യുക, ഒന്നുകൂടി ഓൺ ചെയ്താൽ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മൗസ് പോയിൻ്റർ പഴയ പോലെ ആയി. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റിൽ നിന്നും 6 മീറ്റേഴ്സ് അല്ലേ, താഴേക്ക് 6 മീറ്ററിൽ എനിക്ക് ഒരു കോളം ഉണ്ട് അല്ലേ. സോ ആ കോളം വരച്ചു. എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ അത് കട്ടായി കിട്ടി. ദെൻ അഗെയിൻ എനിക്ക് എന്തുണ്ട്, ഇവിടെ ഒരു കോളം ഉണ്ട് അല്ലേ, ഈ ഒരു പോയിന്റിൽ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, 4 മീറ്ററിലുള്ളൊരു കോളം അല്ലേ, ഇതാണ് ഇതിൻ്റെ കോളം. ദെൻ കട്ട് ചെയ്തു. സോ ഇതാണ് നമ്മളുടെ സ്ട്രക്ചറിൻ്റെ ഷേപ്പ് വരുന്നത്. ഓക്കെ, ദെൻ ഗ്രിഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്ത്, നമ്മുടെ സ്ട്രക്ചർ ഇതാ ഈ രൂപത്തിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ജോമെട്രി കൊടുക്കണം. സോ ജനറൽ എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു. ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിഫൈൻ ഓപ്ഷനിൽ പോകുന്നു. നമുക്ക് തന്നിട്ടുള്ളത് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണ് അല്ലേ, റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണ്. ക്രോസ് സെക്ഷണൽ ഷേപ്പുകൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്രോസ് സെക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്രോസ് സെക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ക്രോസ് സെക്ഷൻസ് എത്രയൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ തന്നിട്ടുള്ള ക്രോസ് സെക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് 300/450 മറ്റൊന്ന് 250/350 ആണ് അല്ലേ. അപ്പോൾ 300/450 ആണ് ഒരു ഡയമെൻഷൻ വരുന്നത്. അതായത് ഹൊറിസോണ്ടലി ഡയമെൻഷൻ 300 ദെൻ വെർട്ടിക്കലായിട്ട് നമുക്ക് ആ ക്രോസ് സെക്ഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ 450 അല്ലേ, 300/450 ആണ് ഒന്ന് ആഡ് ചെയ്യുന്നു. അതേപോലെ നമുക്ക് മറ്റൊരെണ്ണം വരുന്നത് എത്രയാണ്, നമുക്ക് വരുന്നത് 250/350 ആണ് അല്ലേ, 250/350. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരെണ്ണം 250/350 എന്നുള്ള ഡയമെൻഷനിൽ എന്ത് ചെയ്യുന്നു, മറ്റൊരെണ്ണം കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അയാളെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. സോ നമുക്കിവിടെ കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത 2 ക്രോസ് സെക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നമുക്ക് ബീമിന് ഏതാണ് കൊടുക്കേണ്ടത്, കോളംസിന് ഏതാണ് കൊടുക്കേണ്ടത് നോക്കണം അല്ലേ. ഇവിടെ നമുക്ക് കാണാം, നമുക്ക് ബീമിന് കൊടുത്തിട്ടുള്ളത് 250/350 ആണ് അല്ലേ. ബീമിന് കൊടുക്കുന്നത് നമ്മൾ 250/350 ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് പോയിട്ട് 250/350 എന്നുള്ള ഓപ്ഷൻ നമുക്ക് ബീമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതാ 250/350 എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരാളെ സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ നമുക്ക് ആർക്കൊക്കെയാണ് അത് കൊടുക്കേണ്ടത്, ഏതൊക്കെ മെമ്പേഴ്സിനാണ് നമുക്ക് ഈ ഒരു ക്രോസ് സെക്ഷൻ കൊടുക്കേണ്ടത് നോക്കാം. അവരെ സെലക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് പലതരത്തിൽ സെലക്ട് ചെയ്യാം. ഒന്നുകിൽ ഇതാ ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാ ബീമുകളും സെലക്ട് ആവും. അസൈൻ ടു സെലക്റ്റഡ് ബീംസ് അസൈൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അവിടെ ക്രോസ് സെക്ഷൻ അസൈൻഡ് ആയി. ഇനി നമുക്ക് കോളത്തിനുള്ള ക്രോസ് സെക്ഷൻ ഏതാണ്, തൊട്ട് മുകളിലുള്ളതാണ് അല്ലേ, അത് സെലക്ട് ചെയ്തു. നമുക്കിവിടെ വേണ്ട കോളംസിനെ മുഴുവൻ സെലക്ട് ചെയ്തു. അസൈൻ ടു സെലക്റ്റഡ് ബീംസ് ദെൻ യെസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ക്രോസ് സെക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ക്രോസ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്തു. നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഷേപ്പ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഒന്ന് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷേപ്പ് അല്ലേ, നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ആ സ്ട്രക്ചറിൻ്റെ ഒരു ഷേപ്പ്, ആ ഒരു ഫ്രെയിം വർക്ക്, ആ ഫ്രെയിമിൻ്റെ ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ പ്രോപ്പർട്ടീസ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ചേഞ്ച് ഒന്നേ ഉള്ളൂ. അതായത് ഇതുവരെ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. കാരണം സ്പാനിൻ്റെ എണ്ണം കൂടുന്നു, ലോഡുകൾ മാറുന്നു, അല്ലാണ്ട് വേറൊന്നും ഇവിടെ എന്തില്ല, ചേഞ്ചസ് ഇല്ല. നൗ വി ക്യാൻ ക്രിയേറ്റ് ദ സപ്പോർട്ട്സ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ 3 സ്ഥലത്ത് ഫിക്സ്ഡ് സപ്പോർട്ടും 1 സ്ഥലത്ത് റോളർ സപ്പോർട്ടും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളത് അല്ലേ. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ആരെ, ഫിക്സ്ഡ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. ദെൻ അയാളെ ഞാൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്യാണ്. അപ്പോൾ എനിക്ക് ആ ആവശ്യമുള്ള നോഡുകളെ സെലക്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇതാ ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഓരോരുത്തരും സെലക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആദ്യം ഞാൻ ഫസ്റ്റ് നോഡിനെ സെലക്ട് ചെയ്തു, സെക്കൻഡ് നോഡ്, തേർഡ് നോഡ് അല്ലേ. ഈ 3 നോഡുകളിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫിക്സ്ഡ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. സോ അസൈൻ ടു സെലക്റ്റഡ് നോഡ്സ് അസൈൻ. സോ അവിടെ സപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു റോളർ സപ്പോർട്ട് വേണം. എഗെയിൻ ക്രിയേറ്റ് ഓപ്ഷനിൽ പോകുന്നു. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഫിക്സ്ഡ് ബട്ടൺ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഫിക്സ്ഡ് ബട്ടൺ നമുക്കറിയാം ഇനീഷ്യലി അത് ഫിക്സ്ഡ് ആണ്. ദെൻ അതിൽ ആരൊക്കെയോ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സപ്പോർട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം റോളർ സപ്പോർട്ടിൻ്റെ കേസിൽ റൊട്ടേഷൻ എല്ലാം പോസിബിൾ ആണ്. അതായത് MX, MY, MZ ഇവരെല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ദെൻ X ആക്സിസിലും Z ആക്സിസിലും മൂവ്മെൻറ്റ് പോസിബിൾ ആണ്.
അല്ലേ? അപ്പോൾ ഫിക്സ്ഡ് ബട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇനീഷ്യലി ഇറ്റ് ഈസ് ഫിക്സ്ഡ് ബട്ട് അവിടെ എന്തൊക്കെയോ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് അതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസിലും എക്സ് ആക്സിലും സെഡ് ആക്സിസിലും ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിളാണ്, എക്സിലും വൈയിലും സെഡിലും റൊട്ടേഷനും പോസിബിളാണ്. ബട്ട് വൈ ആക്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ അല്ല. അപ്പോൾ റിലീസ് ചെയ്യേണ്ടവരുടെ കൂട്ടത്തിൽ എന്താണ് എഫ് വൈ എന്ന് പറഞ്ഞ ആൾ ഉണ്ടാവില്ല, ബാക്കി എല്ലാവരെയും നമുക്ക് ഇവിടെ റിലീസ് ചെയ്യണം. ദെൻ ആഡ് ചെയ്യുന്നു. സോ ഇവിടെ സപ്പോർട്ട് 3 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ മൗസ് വെച്ചിട്ട് ഇതാ നമ്മളുടെ ആ സപ്പോർട്ട് കൊടുക്കേണ്ട സ്ഥലം നോഡിനെ സെലക്ട് ചെയ്തു. അസൈൻ ടു സെലക്റ്റഡ് നോഡ്സ് ആൻഡ് അസൈൻ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ സ്ട്രക്ചറിലെ സപ്പോർട്ടുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ആസ് യൂഷ്വൽ നമുക്ക് ലോഡ് ആൻഡ് ഡെഫിനിഷൻ അല്ലേ, ലോഡ് ആൻഡ് ഡെഫിനിഷനിലാണ് പോകേണ്ടത്. ലോഡ് കേസ് ഡീറ്റെയിൽസിൽ പോകുന്നു, ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് ലോഡ് കേസ് ഡെഡ് എന്ന് എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, DL എന്ന് ഡിനോട്ടേഷൻ കൊടുത്തു, ആഡ് ചെയ്തു. നൗ നെക്സ്റ്റ് വൺ ഈസ് ലൈവ്, ദെൻ LL എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിനോട്ടേഷൻ കൊടുത്തു, അയാളെ ആഡ് ചെയ്തു. ദെൻ കമ്മിങ് ടു ദ ഡെഡ് ലോഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സെൽഫ് വെയ്റ്റിനെ ആഡ് ചെയ്യാം അല്ലേ. സെൽഫ് വെയ്റ്റ് Y ആൻഡ് L ഡയറക്ഷൻ നോക്കുക, ഫാക്ടർ -1, ദെൻ ആഡ്. ദെൻ അയാൾ അസൈൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സെൽഫ് വെയ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അസൈൻ ടു വ്യൂ കൊടുത്താൽ മതി അല്ലേ. അസൈൻ ടു വ്യൂ ആൻഡ് അസൈൻ. ബിക്കോസ് സെൽഫ് വെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ മൊത്തം എല്ലാ മെമ്പറിനും ഒന്നിച്ച് നമുക്ക് അസൈൻ ചെയ്യാവുന്ന ഒരു ലോഡാണ് അല്ലേ. എല്ലാവർക്കും സെൽഫ് വെയ്റ്റ് ഉണ്ട്. പക്ഷേ ഇനി ബാക്കി വരുന്ന ഇമ്പോസ്ഡ് ലോഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ലൈവ് ലോഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വേണം അസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലൈവ് ലോഡുകൾ ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ലൈവ് ലോഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ആഡ് ബട്ടൺ പ്രസ് ചെയ്യാം. അവിടെ നമുക്ക് ഫസ്റ്റ് സ്പാനിൽ ഒരു സെൻട്രലി ആക്ടിങ് പോയിന്റ് ലോഡാണ് അല്ലേ. അതായത് 3.5 മീറ്റർ ലെങ്ത് ഉള്ള സ്പാനിൻ്റെ സെൻറ്ററിലാണ്. So we are taking concentrated force. Then value of that force is 40. We are giving -40. എന്തുകൊണ്ടാണ് -40 കൊടുക്കുന്നത്, ആക്ടിങ് ഡൗൺവേർഡ് അല്ലേ. ദെൻ D1 is a distance. എന്താണ് ഡിസ്റ്റൻസ്, ബീമിൻ്റെ സ്റ്റാർട്ടിങ് ടു ദ പോയിന്റ് ഓഫ് ലോഡിങ് അല്ലേ. ലോഡ് വരുന്ന പോയിന്റ് വരെ ഉള്ളത്. അപ്പോൾ 3.5ൻ്റെ ഹാഫ് 1.75 എന്ന് കൊടുക്കാം. ദെൻ Y ഡയറക്ഷൻ അല്ലേ നോക്കുക അല്ലേ, വെർട്ടിക്കലി ഡൗൺവേർഡ്. വി ആർ ആഡിങ് ഇറ്റ്. അപ്പോൾ നമ്മളവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ആവശ്യമുള്ള എല്ലാവരും ക്രിയേറ്റ് ചെയ്യാം ആദ്യം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം അസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ സ്പാന്, അതായത് 5 മീറ്റർ സ്പാനുള്ള ഒരു BE എന്ന് പറയുന്ന ബീമുണ്ട് നമുക്ക് അല്ലേ. 5 മീറ്റർ സ്പാൻ വരുന്ന അടുത്തൊരു ബീമുണ്ട്. അവിടെ നമുക്ക് എന്താണ്, ഹാഫ് പോർഷനിൽ മാത്രം ഒരു UDL ആണ് അല്ലേ. അപ്പോൾ യൂണിഫോം ഫോഴ്സാണ്, UDL ആയി. ദെൻ ഇൻറ്റൻസിറ്റി 10 kN/m ആണ് അല്ലേ. ദെൻ ആക്ടിങ് ഡൗൺവേർഡ് ആവണമെങ്കിൽ -10 കൊടുക്കണം. ഓക്കെ, ദെൻ ഇവിടെ കാണാം നിങ്ങൾക്ക് D1ഉം D2ഉം അല്ലേ. അപ്പോൾ D1 എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ബീമിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ UDLൻ്റെ സ്റ്റാർട്ടിങ് വരെ. സോ നമ്മളെ മിഡിൽ പോർഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് D1 എന്ന് പറയുന്നത് എന്താണ്, 2.5. ബിക്കോസ് 5 മീറ്റർ സ്പാനുള്ള ബീമാണ്, സ്പാൻ ആണ് അവിടെ ഉള്ളത്. അതിൻ്റെ മിഡിലിൽ 2.5ൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. D2 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ലോഡിൻ്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അതായത് എന്താണ്, അത് 5 മീറ്റർ ആണ് അല്ലേ. D2 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ടു ആ UDLൻ്റെ എൻഡ്, ഇറ്റ് ഈസ് അറ്റ് 5 മീറ്റർ. മറ്റേത് 2.5 മീറ്റർ. ദെൻ ഗ്ലോബൽ Y ഡയറക്ഷൻ GYN അല്ലേ സെലക്ട് ചെയ്തിട്ടില്ലേ നോക്കുക. ആസ് യൂഷ്വൽ നമ്മൾ അതിനെ ആഡ് ചെയ്തു. ദെൻ ലാസ്റ്റ് സ്പാനിൽ ലാസ്റ്റ് ബീമിൽ വരുന്നത് എന്താണ്, എൻറ്റയർ സ്പാൻ ലെങ്ത്തിൽ വരുന്ന ഒരു UDL അല്ലേ. അപ്പോൾ -10 തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യേണ്ട, ഇവിടെയുള്ള വാല്യൂസ് നമ്മൾക്കൊന്നും കൊടുക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ്, നമ്മളവിടെ D1 D2 D3 എന്നുള്ള ത്രൂ ഔട്ട് ദ സ്പാനിൽ അത് ഉണ്ട് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ആ -10 വാല്യൂ കൊടുത്ത് GYL നോക്കി ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് D1 D2ൻ്റെ വാല്യൂ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു നമ്പർ ഇല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് 0 ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത്. ദെൻ ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമ്മൾ ബീമിൽ വരുന്ന ലോഡെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് അസൈൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലോഡ് എവിടെയാണ്, ഫസ്റ്റ് മെമ്പറിലാണ്. അപ്പോൾ ഞാൻ ആ ലോഡ് സെലക്ട് ചെയ്തു, എന്നിട്ട് ആ മെമ്പറിനെ ക്ലിക്ക് ചെയ്തു. അസൈൻ ടു സെലക്റ്റഡ് ബീംസ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അസൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ വാല്യൂ ഒക്കെ കാണുന്ന നമുക്ക് പിന്നീട് ഓൺ ചെയ്യാം. ദെൻ സെക്കൻഡ് ലോഡ് സെലക്ട് ചെയ്തു. സെക്കൻഡ് സ്പാൻ സെലക്ട് ചെയ്തു. അസൈൻ ടു സെലക്റ്റഡ് ബീംസ്, അസൈൻ കൊടുത്തപ്പോൾ എന്തായി, ഇതാ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ ആ ലോഡ് വന്നു അല്ലേ. ദെൻ തേർഡ് ലോഡ് സെലക്ട് ചെയ്തു, കറസ്പോണ്ടിങ് സ്പാൻ സെലക്ട് ചെയ്തു, അസൈൻ ടു സെലക്റ്റഡ് ബീം കൊടുത്തു, അസൈൻ അല്ലേ. അപ്പോൾ നമുക്ക് കാണാം ആ ലോഡും അവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കുള്ളത് കുറച്ച് ഹൊറിസോണ്ടൽ ഫോഴ്സുകളുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റത്തെ കോളത്തിലൊരു 20 kN ഹൊറിസോണ്ടൽ ഫോഴ്സ് റൈറ്റ് വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട് മിഡിൽ അല്ലേ. ദെൻ സെക്കൻഡ് കോളത്തിൽ
മുകളിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 30 കിലോന്യൂട്ടൺ എന്ന് പറഞ്ഞ പോയിന്റ് ലോഡ് ലെഫ്റ്റ് വേർഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ ആക്സിസ് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോഡൊക്കെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ലോഡുകളാണ് അല്ലേ. അതായത് വൈ ആക്സിസിന് പാരലായിട്ടാണ്. ബട്ട് അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡുകൾ എന്താണ്, എക്സ് ആക്സിസിന് എലോങ് ആയിട്ടാണ്. അപ്പോൾ എക്സ് ആക്സിസിന് വൈ ആക്സിസിൽ ഡൗൺവേർഡ് ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ നെഗറ്റീവ് ഡയറക്ഷന് കൊടുക്കാൻ കാരണം. അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ എക്സ് ആക്സിസ് നിങ്ങൾക്ക് കാണാം. എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ എങ്ങോട്ടൊക്കെ കാണിച്ചിട്ടുള്ളത്, ഈ ബോട്ടം കോർണറിൽ നോക്കിയാൽ റൈറ്റ് സൈഡിലേക്കാണ്. സോ അതിൻ്റെ പോസിറ്റീവ് സൈൻ എങ്ങോട്ടേക്കാണ്, റൈറ്റ് വേർഡ് ഫോഴ്സും നെഗറ്റീവ് സൈൻ വരുന്നത് ലെഫ്റ്റ് വേർഡ് ഫോഴ്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളത്തിൽ റൈറ്റ് വേർഡ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ലൈവ് ലോഡിൽ ക്ലിക്ക് ചെയ്തു, ആഡ് ബട്ടൺ പ്രസ് ചെയ്തു, ദെൻ മെമ്പർ ലോഡിൽ പോയി കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ആണ്, കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് എടുത്തു. ദെൻ വാല്യൂ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 20 ആണ് വാല്യൂ. റൈറ്റ് വേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പോസിറ്റീവ് വാല്യൂ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ D1 എന്ന് പറയുന്നത് എന്താണ്, 4 മീറ്റർ സ്പാനുള്ള കോളത്തിൻ്റെ സെൻറ്ററിലാണ്. ദാറ്റ് മീൻസ് 2 മീറ്റർ എന്ത് കൊടുക്കുന്നു, D1 കൊടുക്കുന്നു. ഈ GYക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, GX. ഓക്കെ, ഗ്ലോബൽ എക്സ് ഡയറക്ഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതൊന്ന് അസൈൻ ചെയ്ത് നോക്കാം. ഈ ഒരു ലോഡിനെ ഞാൻ ക്ലിക്ക് ചെയ്തു, കറസ്പോണ്ടിങ് മെമ്പറിനെ ക്ലിക്ക് ചെയ്തു, അസൈൻ ടു സെലക്റ്റഡ് ബീംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്ത്, നമ്മൾ ആ ഒരു കോളത്തിൽ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന ഒരു ലോഡ്. ഓക്കെ, അതിൻ്റെ വാല്യൂസും സ്കെയിലിംഗ് ഒക്കെ നമുക്ക് വേറെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ലോഡ് വന്നത് നിങ്ങൾക്ക് കാണാം. അടുത്ത ലോഡ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് അല്ലേ. അതായത് നമുക്ക് എങ്ങോട്ടേക്കാണ് കൊടുക്കേണ്ടത്, നമ്മളുടെ ലെഫ്റ്റ് വേർഡ് ഡയറക്ഷനിലാണ് നമുക്ക് കൊടുക്കേണ്ടത് അല്ലേ. ലെഫ്റ്റ് വേർഡ് ഡയറക്ഷനിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഡ് കേസിൻ്റെ അവിടെ പോകുന്നു, ആഡ് ചെയ്യുന്നു, നമ്മൾ മെമ്പർ ലോഡിൽ പോകുന്നു. നമുക്ക് എന്താണ്, കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ആണ്, ബട്ട് മൈനസ് സൈനാണ്, -30 കിലോന്യൂട്ടൺ. ദെൻ D1 D2 എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. D1 എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും താഴെ നിന്നാണ് അവർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കോളത്തിൻ്റെ മുകളിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ടാണ്, താഴെ നിന്നാകുമ്പോൾ 4 മീറ്റർ, ബിക്കോസ് ആ കോളം ടോട്ടലി 6 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 4 മീറ്റർ കൊടുത്തു. ദെൻ നമുക്ക് എക്സ് ഡയറക്ഷനാണ്, GX കൊടുത്തു, ആഡ് ചെയ്തു. ദെൻ നമുക്ക് അസൈൻ ചെയ്ത് നോക്കാം. ലോഡ് ക്ലിക്ക് ചെയ്യുന്നു, ദെൻ നമ്മളെ കോളത്തിനെ ക്ലിക്ക് ചെയ്യുന്നു, അസൈൻ ടു സെലക്റ്റഡ് ബീംസ്, അസൈൻ. ഓക്കെ, സോറി. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഡിഫറൻസ് എന്താണ്, 4 മീറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിരിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ് അല്ലേ. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ പ്രകാരം ലോഡ് ഇങ്ങനെയല്ല വേണ്ടത്. അതായത് ഇപ്പോൾ ലോഡ് കിടക്കുന്നത് എവിടെയാണ്, ബോട്ടത്തിൽ നിന്ന് 2 മീറ്റർ മുകളിലേക്കായിട്ടാണ്. പക്ഷെ നമുക്ക് വേണ്ട ടോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 മീറ്റർ ആണ്. സോ ഇവർ മെഷർ ചെയ്യുന്ന റെഫറൻസ് എവിടെ നിന്നാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ആ ലോഡിനെ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ലോഡിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഏത് ലോഡാണോ മാറ്റേണ്ടത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഈ D1 ഡിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി, നമുക്ക് 2 മീറ്റർ ആക്കി കൊടുക്കുക. ദെൻ ഇവിടെ ചേഞ്ച് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ലോഡ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഭാഗത്തായിട്ട് മാറി അല്ലേ. അതായത് ടോട്ടൽ 6 മീറ്ററുള്ള ഈ ബീമിൽ ഈ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 മീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്, ആ ലോഡ് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ലോഡിൻ്റെ വാല്യൂസ് കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ഇവിടെ സിമ്പിൾസ് ആൻഡ് ലേബിൾസിൽ പോയി കഴിഞ്ഞാൽ ലോഡ് വാല്യൂസ് എന്നെടുത്തിട്ട് അപ്ലൈ ആൻഡ് ഓക്കെ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ലോഡ് വാല്യൂസ് കാണാൻ പറ്റും അല്ലേ. അതുപോലെ ഡയമെൻഷൻസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ, നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഡയമെൻഷൻസ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്പാനും അല്ലേ ലെങ്ത്തുകൾ കാണാൻ പറ്റും അല്ലേ. 3.5 മീറ്റർ, 5 മീറ്റർ, 4 മീറ്റർ, 6 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ ലോഡുകളും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ലോഡ് കോമ്പിനേഷൻസ് ആണ് അല്ലേ, ലോഡ് കോമ്പിനേഷൻസ്. സോ ലോഡ് കേസസ് ഡീറ്റെയിൽസിൽ പോകുന്നു, ആഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, ഡിഫൈൻ കോമ്പിനേഷൻസ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പിനേഷൻ ഒരു പേര് കൊടുക്കുന്നു. നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന പോലെ ഒരു റെപ്രസെൻറ്റേഷൻ COMB എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. COMB 1 കൊടുത്തു ഞാൻ. ദെൻ നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇവിടെ ഡിഫോൾട്ട് AI എന്നുള്ള അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു 1.5 കൊടുക്കുന്നു. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 ലോഡ് കേസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഡബിൾ ആരോ വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു, ആഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലോഡുകളുടെ താഴെ DL, LL, ദെൻ COMB 1 എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മളുടെ ലോഡ് കോമ്പിനേഷൻ കൂടി അവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളെല്ലാ ലോഡും കൊടുത്തു കഴിഞ്ഞു. ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അനാലിസിസ്. അപ്പോൾ ജനറൽ ടാബ് കഴിഞ്ഞ് അടുത്ത് അനാലിസിസ് ബാർ പ്രിൻറ്റ് അല്ലേ. അനാലിസിസ് ബാർ പ്രിൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കാം, ആഡ് ചെയ്യാം. അപ്പോൾ ആ സ്റ്റെപ്പും കഴിഞ്ഞു. സോ നമ്മൾ ആദ്യം മോഡൽ വരച്ചെടുത്തു, അതിൽ ക്രോസ് സെക്ഷൻസ് പ്രോപ്പർട്ടീസ് കൊടുത്തു,
സപ്പോർട്ട് എങ്ങനെയാണെന്നുള്ള സപ്പോർട്ട് കണ്ടീഷൻസ് കൊടുത്തു, ലോഡുകൾ ക്രിയേറ്റ് ചെയ്തു, ലോഡ് അസൈൻ ചെയ്തു, ഇപ്പോൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്യാനുള്ള കമാൻഡും കൊടുത്തു കഴിഞ്ഞു. നൗ അനലൈസ് ആൻഡ് റൺ അനാലിസിസ്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അനാലിസിസ് കഴിയാനുള്ള ഒരു സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ അനാലിസിസ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് വ്യൂ ഔട്ട്പുട്ട് ഫയൽ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്മളുടെ ഔട്ട്പുട്ട് ഫയൽ ഇവിടെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ആ ഔട്ട്പുട്ട് ഫയലിൽ ഒരു ഫുൾ കാൽക്കുലേഷൻസ് എല്ലാം ഉണ്ടാവും. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് എന്താണ്, നമ്മുടെ ഡിഫ്ലക്റ്റഡ് ഷേപ്പും ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഡിഫ്ലക്റ്റഡ് ഷേപ്പ് കാണാൻ ഡിഫ്ലക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കൊരു ചെറിയ ഗ്രീൻ കളർ ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കത് കറക്റ്റായിട്ട് വിസിബിൾ ആവാൻ വേണ്ടി നമ്മളൊന്ന് സ്കെയിലിംഗ് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഒന്ന് ഫോർവേഡോ ബാക്ക്വേഡോ ഒക്കെ മൂവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്കെയിലിംഗ് നമുക്ക് വിസിബിളായ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചില മെമ്പറിന് ഭയങ്കരമായിട്ട് ഡിഫ്ലക്ഷൻ ഉണ്ട്, ചില മെമ്പറിന് അങ്ങനെയല്ല ഡിഫ്ലക്ഷൻ, അങ്ങനെ പല രൂപത്തിൽ കിടക്കുന്നുണ്ട് അല്ലേ. ചില ബീം കോളം ജോയിൻ്റ് ഒക്കെ ആകെ ഡിഫ്ലക്റ്റഡ് ആയി കിടക്കുന്നുണ്ട്, അങ്ങനെ പല രൂപത്തിൽ കാണാം. സോ ഇതിൻ്റെ വാല്യൂ കാണണമെങ്കിൽ ഏതാണ് ഓപ്ഷൻ, നമുക്കിവിടെ റിസൾട്ട്സിൽ പോകണം അല്ലേ. റിസൾട്ട്സിൽ പോയിട്ട് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ റിസൾട്ട്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മോഡലിംഗ് മോഡിൽ നിന്നാൽ പറ്റില്ല, നമുക്ക് പോസ്റ്റ് പ്രോസസ്സിംഗ് മോഡ് ഇവിടെ കാണാം. ആ മോഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, പോസ്റ്റ് പ്രോസസ്സിംഗ് മോഡിലേക്ക് വരണം. എന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസൾട്ട്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ വരുള്ളൂ. ഓക്കെ, റിസൾട്ട്സിൽ പോകുന്നു, വ്യൂ വാല്യൂ എടുക്കുന്നു, ബീം റിസൾട്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ്, മാക്സിമം റിസൾട്ടൻറ്റ്, അനോട്ടേറ്റ്. അപ്പോൾ നമുക്ക് കാണാം ഇതാ ഓരോ സ്ഥലങ്ങളിലും നമ്മളെ മെമ്പറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം അല്ലേ. ഒരു സ്ഥലത്ത് 0.603 mm ആണ്, ഒരു സ്ഥലത്ത് 0.276 ആണ്, ഒരിടത്ത് 1.033, അങ്ങനെ പലതരത്തിൽ കാണാം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഔട്ട്പുട്ടായിട്ട് അനാലിസിസ് റിസൾട്ടായിട്ട് നമുക്ക് എടുക്കണം. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ടേക്ക് പിക്ചർ എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു. പിക്ചർ ഐ ഡിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, DEF എന്ന് കൊടുത്തു, ഡിഫ്ലക്ഷൻ എന്നുള്ളതിന്. ഓക്കെ, സേവ് ചെയ്തു. ഡിഫ്ലക്ഷൻ ഞാൻ ഓഫ് ചെയ്തു. അടുത്തതായിട്ട് എനിക്ക് വേണ്ട ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ് അല്ലേ. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന് വേണ്ടി എന്ത് ചെയ്തു, നമ്മൾ FY എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് അവിടെ കാണാം, നമ്മൾ ഫ്രെയിമിൻ്റെ ഓവറോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഷേപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസൊക്കെ കാണാം. ഇവിടെ FZ അതുപോലുള്ള കുറച്ച് ഓപ്ഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് മേജറായിട്ടുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടാൻ Y തന്നെ എടുക്കണം കേട്ടോ. ഇത് ആക്സിയൽ ഫോഴ്സസിൻ്റെ ഒരു ഓപ്ഷനാണ്. അതൊന്നും നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ അത്ര ഡെപ്തിലേക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല. നമ്മൾ ഡിഫ്ലക്റ്റഡ് ഷേപ്പും ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതുപോലെ തന്നെ BMD മാത്രമേ ഇപ്പോൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് FY എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇവിടെ കിട്ടും. ഈ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട്സിൽ പോകുന്നു, വ്യൂ വാല്യൂ, ബീം റിസൾട്ട്സ്, ദെൻ എന്ത് ചെയ്യും, നമ്മളെ ഷിയർ അത് നമുക്ക് മാക്സിമം ആണോ വേണ്ടത് എൻഡ് ആണോ വേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം മാക്സിമം കൊടുക്കുന്നു, അനോട്ടേറ്റ്. അപ്പോൾ നമുക്കിത് ഓരോ സ്പാനിലും വരുന്ന മാക്സിമം ഷിയർ എവിടെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ചെറിയ മിസ്റ്റേക്ക് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആക്റ്റീവ് ലോഡ് എന്നുള്ള സ്ഥലത്ത് ലൈവ് ലോഡ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് വേണ്ടത് കോമ്പിനേഷൻ ലോഡാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് മാറ്റം വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ആക്റ്റീവ് ലോഡ് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ലോഡായിരിക്കും എന്ത് ചെയ്യുക, നമ്മളെ കാൽക്കുലേഷന് വേണ്ടി എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ 1 എന്നുള്ള ആളെ തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാണാൻ പറ്റും. ഓക്കെ, ടേക്ക് പിക്ചറിൽ പോകുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, SFD എന്ന് പേര് കൊടുത്ത് ഇയാളെ സേവ് ചെയ്തു. ദെൻ നമ്മുടെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഒന്നുകൂടി എടുത്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഒന്ന് മാറിയിട്ടുണ്ട്. ബിക്കോസ് നേരത്തെ നമ്മൾ എടുത്തിരുന്ന ആക്റ്റീവ് ലോഡ് എന്ന് പറയുന്നത് ലൈവ് ലോഡായിരുന്നു. ഇവിടെ എന്താണ്, കോമ്പിനേഷൻ ലോഡാണ് നമുക്ക് വേണ്ടത് അല്ലേ. സോ കോമ്പിനേഷൻ ലോഡ് എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി നമുക്ക് അതൊന്ന് മാറ്റാം. പിക്ചർ റിസൾട്ട്സിൽ വ്യൂ വാല്യൂവിൽ പോകുന്നു, ബീം റിസൾട്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ വാല്യൂ ഒന്ന് മാറിയിട്ടുണ്ട് അല്ലേ. ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ പിക്ചറാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. നമ്മൾ സേവിലേക്ക് പോകുന്നു, DEF എന്നുള്ള സെയിം നെയിം കൊടുക്കുന്നു. അപ്പോൾ ആൾറെഡി എക്സിസ്റ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, DEF1 എന്ന് ഞാൻ കൊടുത്തു. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൻ്റെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണോ കൊടുത്ത നെയിം അത് കറക്റ്റായിട്ട് വേണം എന്ത് ചെയ്യാൻ, റിപ്പോർട്ടിലേക്ക് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ DEF1 എന്നുള്ള പേരാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, അത് തന്നെ എടുക്കണം. ഓക്കെ, ആണ് സേവ് ചെയ്തു. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വേണം അല്ലേ. അപ്പോൾ MZ നമ്മൾ യൂഷ്വലി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എടുക്കുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തു, MZ എന്നുള്ള ഓപ്ഷൻ എടുത്തു.
ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട പോലെ സ്കെയിലിംഗ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലേ. ഇനി ഇവിടെ നമുക്ക് വാല്യൂ കാണണമെങ്കിൽ റിസൾട്ട്സിൽ പോകുന്നു, വ്യൂ വാല്യൂവിൽ പോകുന്നു, ബീം റിസൾട്ട്സിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബെൻഡിങ് അതിൽ മാക്സിമം, മിഡ് പോയിൻറ്റ്, എൻഡ് എല്ലാം ഉണ്ട് അല്ലേ. നമുക്ക് വേണ്ടത് ഏതാണോ അത് നമുക്ക് അനോട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ ബെൻഡിങ്ങിൻ്റെ മൊമെൻറ്റിൻ്റെ വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബെൻഡിങ് സെറ്റ്, അതുപോലെ തന്നെ ബീം സ്ട്രെസ്സ്, ഡിഫ്ലക്ഷൻ, അതുപോലെയുള്ള പല കാര്യങ്ങൾ, ആക്സിയൽ ഫോഴ്സ്, ഷിയർ, ഇങ്ങനെ ടോർഷൻ, ഇങ്ങനെ പല സംഗതികളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓരോ ഡാറ്റയും ഓരോ പർപ്പസിന് നമുക്ക് ഡിസൈനിന് ആവശ്യം വരും. അപ്പോൾ നമ്മളിവിടെ സ്റ്റാഡിൻ്റെ ഒരു ഐഡിയ കിട്ടുക എന്നുള്ളൊരു എയിമിലാണ് ഇവിടെ ഡിസ്കഷൻ പോകുന്നത്. അതുകൊണ്ടാണ് എല്ലാത്തിനെക്കുറിച്ചും നമ്മളിവിടെ അധികം ഡെപ്തിലേക്ക് പോവാത്തത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് BMD കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, BMD ഇതുപോലെ ടേക്ക് പിക്ചർ. അപ്പോൾ നമുക്കിവിടെ റിസൾട്ട്സിൽ ഇപ്പോൾ വ്യൂ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുള്ളത് മാക്സിമം ആണ്. പകരം നമ്മൾ എൻഡ് കൊടുക്കുക വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അനോട്ടേറ്റ് കൊടുത്താൽ എൻഡിലുള്ള വാല്യൂ കിട്ടും. ഇനി മിഡ് പോയിൻ്റ് ആണെങ്കിൽ മിഡ് പോയിൻറ്റിലുള്ള കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുന്നു, മാക്സിമം എന്നുള്ള വാല്യൂസ് തന്നെ വെക്കുകയാണ്. ബീം റിസൾട്ട്സിൽ പോയിട്ട് ഇവിടെ മാക്സിമം എന്നുള്ള വാല്യൂ എടുക്കുന്നു, അനോട്ടേറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ അതിൻ്റെ പിക്ചർ എടുക്കാൻ എന്ത് ചെയ്യുന്നു, ടേക്ക് പിക്ചർ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, പേര് ഇവിടെ നമ്മൾ BMD എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ അനാലിസിസ് റിസൾട്ടിലുള്ള എല്ലാ പിക്ചേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ റിപ്പോർട്ട് മേക്ക് ചെയ്യാൻ നമ്മൾ മുന്നേ 2 എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞതാണ്. സെയിം തിങ് അഗെയിൻ റിപ്പീറ്റിംഗ്. റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻപുട്ട് എന്നുള്ളിടത്ത്, അതായത് അവൈലബിൾ ഡാറ്റയിലെ ഇൻപുട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പിക്ചേഴ്സ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത DF ഉണ്ട്, DF1 ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, SFD, BMD ആൻഡ് DF1 ആണ് അല്ലേ. അവരെല്ലാവരും നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് മാറ്റി, അതായത് സെലക്റ്റഡ് ഐറ്റത്തിലേക്ക് മാറ്റി അവൈലബിളിൽ നിന്ന്. ദെൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാ നമുക്കിവിടെ കാണാം നമ്മുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഡാറ്റ ഒന്നും കൊടുത്തിട്ടില്ല, അതായത് എഞ്ചിനീയറിൻ്റെ നെയിം അല്ലെങ്കിൽ ഡേറ്റ് എന്നുള്ള പോലെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സിസ്റ്റം ഓട്ടോമാറ്റിക് എടുത്ത ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ ഉള്ളൂ ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമുക്കിത് ഫസ്റ്റ് പേജിൽ നമ്മുടെ ഫസ്റ്റ് ഒരു ഡയഗ്രം ഉണ്ട്. നെക്സ്റ്റ് പേജ് എടുത്താൽ അടുത്ത ഡയഗ്രാംസ് ഇവിടെ കിട്ടും. നേരെ പ്രിൻ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് മൈക്രോസോഫ്റ്റ് പ്രിൻ്റ് ടു PDF എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് ഇതിനെ PDF ആക്കി മാറ്റുകയും ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് അനാലിസിസ് റിസൾട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ദെൻ ആഫ്റ്റർ അനാലിസിസ് വി ഹാവ് ടു മൂവ് ടു ഡിസൈനിങ് അല്ലേ. ഇപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ്, ബീമുണ്ട്, കോളം ഉണ്ട് അല്ലേ. ബീമിനെയും കോളത്തിനെയും നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ യൂഷ്വലി എടുത്ത പോലെ തന്നെ അവിടെ പോയി ക്ലിക്ക് ചെയ്തു. അവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് ഞാനിതാ കറൻറ്റ് കോഡ് എന്നുള്ളിടത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ IS456 അല്ലേ നമ്മൾ ചൂസ് ചെയ്യണം. പക്ഷേ ഇവിടെ IS456 കാണാനില്ല. എന്താ കാരണം, ഇവിടെ എല്ലാം കാണിച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെ കോഡാണ്. നമുക്ക് വേണ്ടത് കോൺക്രീറ്റ് ആണ് അല്ലേ. അതായത് ഡിസൈൻ എന്നുള്ള ടാബ് എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് സ്റ്റീല്, കോൺക്രീറ്റ്, ടിമ്പർ, അലുമിനിയം ഒക്കെ കാണാം. അതിൽ നമ്മൾ എന്ത് വേണം, കോൺക്രീറ്റ് വേണം ചൂസ് ചെയ്യാനായിട്ട് അല്ലേ. കോൺക്രീറ്റ് വേണം ചൂസ് ചെയ്യാൻ. അതിൽ പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ IS456 സെലക്ട് ചെയ്യാൻ. ഓക്കെ, ദെൻ സെലക്ട് പാരാമീറ്റേഴ്സിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസൈനിനെ കൺട്രോൾ ചെയ്യുന്ന പാരാമീറ്റേഴ്സൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഡിഫൈൻ പാരാമീറ്റേഴ്സിൽ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് പാരാമീറ്ററുകളൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്ലിയർ കവർ അല്ലേ, അവിടെ കവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം ബീമിനും കോളത്തിനും നമുക്ക് നമ്മളെപ്പോഴും സെയിം കവറല്ല പ്രൊവൈഡ് ചെയ്യാറ് അല്ലേ. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ബീമിന് ഒരു 30 mm ക്ലിയർ കവറും കോളത്തിനൊരു 40 mm ക്ലിയർ കവറും കൊടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ 2 കവറുകൾ ജനറേറ്റ് ചെയ്യണം. ഒന്ന് 0.03 മീറ്റേഴ്സ് അല്ലേ, മീറ്ററിലാണ് ആഡ് ചെയ്തു. മറ്റൊന്ന് 0.04 മീറ്റേഴ്സ്. ഓക്കെ, അതും ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്താണ്, ബീമുകൾക്ക് ഞാൻ ഒരു കവറും കോളത്തിന് മറ്റൊരു കവറുമാണ് കൊടുക്കുന്നത്. ഇനി നമുക്കിവിടെ FC അല്ലേ, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ M25 ആണ് നോക്കുക വിചാരിക്കുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചേഞ്ച് വരുത്തിയ പോലെ തന്നെ എന്ത് ചെയ്യുക, M25 ആക്കി ഇവിടെ മാറ്റി കൊടുക്കുക. ദെൻ FY മെയിൻ അല്ലേ, ബാറിൻ്റെ നമുക്ക് FY എന്ന് പറയുന്നത് റീൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ ഗ്രേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, 500 ആക്കി കൊടുക്കുന്നു. ഓക്കെ, നമ്മൾക്ക് ഇതൊക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. FY മെയിനും അതുപോലെ തന്നെ FY സെക്കൻഡറി നമ്മൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദെൻ മാക്സിമം മെയിൻ, മാക്സിമം ബാർ സൈസ് നമ്മൾ ഒരു 25 ലിമിറ്റ് ചെയ്യാണ്, ആഡ് ചെയ്യുന്നു. മാക്സിമം സെക്കൻഡറി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 12 ലിമിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ദെൻ പിന്നെ നമുക്കിവിടെ മിനിമം സൈസ് ഉണ്ട് അല്ലേ. മിനിമം മെയിൻ ബാർ ഞാനൊരു
10 ലിമിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ മിനിമം സെക്കൻഡറി 8 ലിമിറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ക്ലിയർ 0.03 അതുപോലെ 0.04. അപ്പോൾ ഈ 0.03 എന്ന് പറയുന്ന ക്ലിയർ കവർ എനിക്ക് ഏതിനാണ്, ബീമുകൾക്ക് മാത്രമാണ് അല്ലേ. അപ്പോൾ ബീമുകൾ നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിന് പകരം നമുക്കിപ്പോൾ വലിയൊരു സ്ട്രക്ചർ ആണെങ്കിൽ ബീമുകൾ ഒന്നിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ക്ലിയർ എന്നുള്ള അതും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയാൽ, മെനുവിൽ സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയാൽ ബീംസ് പാരലൽ ടു എക്സ് വൈ സെഡ് എന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസിന് പാരലായിട്ടാണ് നമ്മൾ ബീം കിടക്കുന്നത്. അപ്പോൾ ബീംസ് പാരലൽ ടു എക്സ് എന്ന് സെലക്ട് ചെയ്ത് എന്ത് കിട്ടും, നമ്മളെല്ലാ ബീമും സെലക്ട് ആവും. അസൈൻ ടു സെലക്റ്റഡ് ബീംസ്, ദെൻ അസൈൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അവർക്ക് എല്ലാവർക്കും ക്ലിയർ കവർ നമ്മളിങ്ങനെ കൊടുത്തു അല്ലേ. ഇനി ക്ലിയർ 0.04 എന്ന് പറയുന്ന ആർക്കാണ്, നമ്മൾ കോളംസിനാണ്. കോളമൊക്കെ എന്താണ്, വൈ ആക്സിസിന് പാരലായിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, സെലക്ട് ബീംസ് പാരലൽ ടു വൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി അല്ലേ. അസൈൻ ടു സെലക്റ്റഡ് ബീംസ്, ദെൻ യെസ്. അപ്പോൾ എന്തായി, അതും അസൈൻഡായി. ഇനി ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ യൂഷ്വലി M25 ഒന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഞാനിവിടെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സാമ്പിൾ എടുത്തതാണ്. അപ്പോൾ ഇവിടെ ബീമിനും കോളത്തിനും സെയിം ഗ്രേഡ് ആണെങ്കിൽ, സപ്പോസ് അങ്ങനെ വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് അസൈൻ ടു വ്യൂ കൊടുത്താൽ മതി. കാരണം എന്താ, വ്യൂവിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇതേ ഗ്രേഡാണ്. ഓക്കെ, അസൈൻ ടു വ്യൂ കൊടുക്കുന്നു. അതുപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ കാര്യങ്ങളെല്ലാം അസൈൻ ടു വ്യൂ കൊടുക്കുകയാണ്. നമ്മൾ രണ്ട് ബീമിലായാലും കോളത്തിലായാലും സെയിം ഗ്രേഡാണെന്ന് വിചാരിക്കുക യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാക്സിമം മെയിൻ ബാറിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ മാക്സിമം സെക്കൻഡറി ബാറിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം നമ്മൾ സെയിം തന്നെ യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബീമിന് ഒരു തരത്തിലും കോളത്തിന് വേറെ തരത്തിലും കൊടുക്കുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ അത്ര ഡെപ്തിലേക്ക് പോകുന്നില്ല. ഈ കവർ ഞാൻ മാറ്റി കൊടുക്കാൻ കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടി, അതായത് ബീംസിന് ഒരു തരത്തിലും കോളത്തിന് വേറെ തരത്തിലും വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ ചില ബീമുകൾക്ക് ഒരു തരത്തിലും വേറെ കുറേ ബീമുകൾക്ക് വേറെ രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ എല്ലാ പാരാമീറ്റേഴ്സും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് എന്ത്, കമാൻഡ്സ് അല്ലേ. അപ്പോൾ ഈ കമാൻഡ്സിൽ ആദ്യത്തെ ഡിസൈൻ ബീം നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഡിസൈൻ കോളം കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യുന്നു. ടേക്ക് ഓഫ് ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. എന്തിനാണ് ടേക്ക് ഓഫ്, നമുക്കിവിടെ എത്ര മെറ്റീരിയൽ വേണമെന്നുള്ള കാൽക്കുലേഷനാണ് ടേക്ക് ഓഫിൽ വരുന്നത് അല്ലേ. ദെൻ ക്ലോസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് ഡിസൈൻ ബീം എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുന്നു, നമ്മളെ ബീമുകൾക്ക് മാത്രം. ഓക്കെ, ഡിസൈൻ ബീം എന്നുള്ള ഓപ്ഷൻ ഞാൻ ഇവിടെ ബീമുകൾക്ക് അസൈൻ ടു സെലക്റ്റഡ് ബീംസ് അല്ലേ, അവർക്ക് മാത്രം അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ ഡിസൈൻ കോളം എന്നുള്ള എന്ത് ചെയ്യുന്നു, നമ്മുടെ കോളംസിന് മാത്രം എന്ത് ചെയ്യുന്നു, ഇതേപോലെ അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏതിനാണോ അസൈൻ ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് വേണം എന്ത് ചെയ്യാൻ അവിടെ കൊടുക്കാൻ. ബീമിന് മാത്രം ബീം ഡിസൈൻ കൊടുക്കുക, കോളംസിന് മാത്രം കോളം ഡിസൈനും കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാ പ്രോസസ്സും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് ബാർ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നു. ദെൻ അനലൈസ് ആൻഡ് റൺ അനാലിസിസ് കൊടുക്കുക. ഓക്കെ, അനലൈസ് ആൻഡ് റൺ അനാലിസിസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് അല്ലേ. വ്യൂ ഔട്ട്പുട്ട് ഫയലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മൾ കോൺക്രീറ്റ് ഡിസൈൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് കാണാം കുറേ ഡാറ്റാസ്. അതിൽ കോൺക്രീറ്റ് ഡിസൈൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ മെമ്പേഴ്സ് അല്ലേ. അതായത് ബീം നമ്പർ 1 എന്താണ്, M25 ഗ്രേഡ് കോൺക്രീറ്റ് ആണ് അല്ലേ. M25 ഗ്രേഡ് കോൺക്രീറ്റ് FE 500 ലെങ്ത്ത് 3500 mm, സൈസ് കൊടുത്തിട്ടുണ്ട്, കവർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിനിവിടെ റിക്വയർഡ് സ്റ്റീൽ ഏരിയ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ എത്ര വേണം, ബോട്ടത്തിൽ എത്ര വേണമെന്ന് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സപ്പോർട്ടുകളിൽ ഹോഗിങ് മൊമെൻറ്റ് വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് മൊമെൻറ്റ് വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ടെൻഷൻ സോൺ ടോപ്പിൽ വരുന്നത്. അതാണ് റിക്വയർഡ് ASTൻ്റെ കേസിൽ ടോപ്പിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട് ഏരിയ, താഴെ 0 വന്നത് സപ്പോർട്ടുകളിൽ. ബട്ട് സ്പാനിൽ വന്നപ്പോൾ എന്തായി, ആ ലോഡ് വരുന്ന ഭാഗത്തേക്ക് വന്നപ്പോൾ താഴെയാണ് നമുക്ക് ടെൻഷൻ കൂടുതൽ വരുന്നത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ റിക്വയർഡ് AST മാറിയിട്ടുള്ളത്. ദെൻ പ്രൊവൈഡഡ് ബാർസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ടോപ്പിലും ബോട്ടത്തിലും എത്ര നമ്പർ ഓഫ് ബാർസ് എത്ര സൈസിലുള്ള കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അത് ബീം നമ്പർ 1 ആണ്. സെയിം മാനറിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ബീം നമ്പർ 2 അല്ലേ. അടുത്ത ബീമിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ റിക്വയർഡ് ASTയും പ്രൊവൈഡഡ് ASTയും ഉണ്ട് അല്ലേ. ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബീം നമ്പർ 3 അടുത്ത മെമ്പർ അല്ലേ. അടുത്ത മെമ്പറിൽ 4 മീറ്റർ ആണ് അല്ലേ, 4000 mm ലെങ്ത്തിലാണ്. അതുപോലെ അതിൻ്റെ റിക്വയർഡ് ASTയും പ്രൊവൈഡഡ് ASTയും ഒക്കെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ബീം ഡിസൈൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എൻഡ് ഓഫ് ബീം ഡിസൈൻ റിസൾട്ട്സ് അല്ലേ. അതിന് ശേഷം വരുന്നതാണ് എന്ത്, കോളം ഡിസൈൻ അല്ലേ. കോളം ഡിസൈൻ കാണാൻ പറ്റും.
സോ ആ കോളം ഡിസൈനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കോളംസിൻ്റെ ഡിസൈൻസ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതായത് ആ കോളത്തിൽ എത്രയാണ് വേണ്ടത് അത് അവിടെ നമുക്ക് കാണാം. 6 കോളത്തിൻ്റെ അതായത് 6 മീറ്റർ ലെങ്ത്തുള്ള കോളാണ്, ക്രോസ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ റിക്വയർഡ് സ്റ്റീൽ ഏരിയ, അതുപോലെ റിക്വയർഡ് കോൺക്രീറ്റ് ഏരിയ, എല്ലാ കാര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്ക് കാണാം. റിക്വയർഡ് സ്റ്റീൽ ഏരിയ 326 mm² ആണ്, റിക്വയർഡ് കോൺക്രീറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ദെൻ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അല്ലേ, അതുപോലെ അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് സ്റ്റീൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബീമിൻ്റെ കേസിൽ നമ്മൾ സ്റ്റിറപ്സ് കൊടുത്ത പോലെ ഇവിടെ എന്താണ് ടൈ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാണ്ട് അല്ലേ. അപ്പോൾ എത്ര mm ടൈസാണ് കൊടുക്കേണ്ടത്, എത്ര സ്പേസിങ്ങിലാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ദെൻ അവിടെയുള്ള ആക്സിയൽ ലോഡുകളും അതുപോലെ തന്നെ ബെൻഡിങ് വരുന്ന ലോഡുകളൊക്കെ മൊമെൻറ്റുകളൊക്കെ അവിടെ തന്നിട്ടുണ്ട് ആ കോളത്തിൻ്റെ അല്ലേ. സെയിം മാനറിൽ നമുക്ക് കാണാം അടുത്തത് നമ്മുടെ അടുത്ത കോളത്തിൻ്റെ ഡയമെൻഷൻസ് ഇവിടെ ഉണ്ട്, ലെങ്ത്തും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അവിടെ റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റീൽ ഏരിയ ഉണ്ട്, പ്രൊവൈഡഡും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ബീമിൻ്റെയും കോളത്തിൻ്റെയും റിസൾട്ടുകൾ ഇവിടെ കിട്ടും. അത് കഴിഞ്ഞ് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ ടേക്ക് ഓഫ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തത് കൊണ്ട് തന്നെ എത്ര വോളിയം കോൺക്രീറ്റ് വേണം, 2.4 ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് കോൺക്രീറ്റ് നമുക്ക് റിക്വയർഡ് ആണ് ഈ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ദെൻ അതുപോലെ 8 mm ബാർ, 10 mm ബാർ, അതുപോലെ 12 mm ബാർ, ഈ ബാറുകളാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ ബാറുകളൊക്കെ എത്ര വേണം എന്നുള്ള വെയിറ്റിൽ നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര മെറ്റീരിയൽസ് നമുക്കിവിടെ വേണം എന്നുള്ളത് എന്ത് ചെയ്യും, നമ്മൾ ഈ മെമ്പർ ടേക്ക് ഓഫ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ ഇത്രയാണ് നമ്മളെ ഔട്ട്പുട്ട് ഫയലിൽ നിന്ന് കാണാൻ പോകുന്നത്. ദെൻ അത് നിങ്ങൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ദെൻ ഇവിടെ നിങ്ങൾക്ക് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് കൂടി നമുക്ക് എടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ സ്പാൻ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ദെൻ കോൺക്രീറ്റ് ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കിവിടെ കാണാൻ പറ്റും ക്രോസ് സെക്ഷണലായിട്ടും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷനായിട്ടും മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും അതുപോലെ സ്റ്റിറപ്സും ഒക്കെ കൊടുത്ത ഡയമെൻഷൻസും കാര്യങ്ങളെല്ലാം ലെങ്ത്തുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു വ്യൂവിൽ അവർ കാണിച്ചിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ അടുത്ത സ്പാനിന് വേണമെങ്കിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ആ ഒരു സ്പാനിൽ എങ്ങനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇതൊക്കെ ഞാൻ സ്പീഡിൽ പറയുന്നത് കഴിഞ്ഞ 2 എക്സ്പെരിമെൻറ്റിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് 2 ക്വസ്റ്റ്യൻസിലും സെയിം തിങ് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറേ അധികം സമയം എടുക്കാതെ പറയുന്നത്. സെയിം മാനർ നമ്മൾ അടുത്തൊരു സ്പാനിന് വേണം എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെയും കോൺക്രീറ്റ് ഡിസൈൻ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും അല്ലേ. അങ്ങനെ നമ്മൾ 3 ബീമിൻ്റെ എടുത്തു കഴിഞ്ഞ ശേഷം അടുത്തതായിട്ട് എന്ത് ചെയ്യണം, നമ്മളെ കോളം വേണം അല്ലേ. സോ കോളത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കോൺക്രീറ്റ് ഡിസൈൻ അല്ലേ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ആ കോളത്തിൽ നമ്മൾ എങ്ങനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതായത് 450/300 ആണ് കോളത്തിൻ്റെ സൈസ്. ദെൻ അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കാണാം, ബാറിൻ്റെ നമ്പേഴ്സ്, അതുപോലെ ബാറിൻ്റെ സൈസ്, എത്ര പെർസെൻറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്, എത്രയാണ് റിക്വയർഡ് AST, ഏതാണ് FY, സ്റ്റീലിൻ്റെ ഗ്രേഡ് ഏതാണ്, അതുപോലെ കോൺക്രീറ്റ് ഗ്രേഡ് ഏതാണ്, എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. അതുപോലെ തന്നെ മറ്റൊരു കോളം കൂടിയുണ്ട്, ആ കോളത്തിൻ്റെ എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസൈനും അതുപോലെ തന്നെ അനാലിസിസും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഫ്രെയിമിൻ്റെ. ഓക്കെ, സോ ഇത് നമ്മളെ തേർഡ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യം കാൻഡിലിവർ ബീം, ദെൻ അത് കഴിഞ്ഞ് നമ്മളൊരു കണ്ടിന്യൂസ് ബീം നോക്കി, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫ്രെയിമും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനിയൊരു ഡ്രസ്സ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. സോ എനിവേ ഐ ആം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ ഹിയർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.